CA എക്സാംസ് അപ്രോച്ചിങ്. ഞാൻ ഈ വീഡിയോയിലൂടെ കുറച്ച് ലാസ്റ്റ് മൊമെൻറ്റ് ടിപ്സ്, കുറച്ച് ഫാക്ടേഴ്സ് നിങ്ങൾ മൈൻഡിൽ വെക്കേണ്ടത് അത് ഷെയർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതെനിക്ക് എൻ്റെ ഫാക്കൽറ്റി മെമ്പേഴ്സ് എനിക്ക് പറഞ്ഞു തന്നത്, വിച്ച് ആക്ച്വലി ഹെൽപ്പ് മീ. എനിക്ക് CAയുടെ 3 സ്റ്റേജസും ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അൽഹംദുലില്ലാഹ് ക്ലിയർ ചെയ്യാൻ വളരെ ഹെൽപ്ഫുള്ളായ കുറച്ച് പോയിന്റ്സ് ആയിരുന്നു. സോ ഐ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുക. ഈ വീഡിയോ ലാസ്റ്റ് വരെ കാണും. നമ്മൾ ഫസ്റ്റ് തിങ്, നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ എക്സാം ഹാളിൽ ആ ഡേയിൽ അവിടെ ആ വെന്യൂവിൽ എത്തുമ്പോൾ മേക്ക് ഷുവർ നിങ്ങൾ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ ആരുമായിട്ട് ഡിസ്കഷനോ കാര്യങ്ങൾക്കൊന്നും നിൽക്കില്ലേ. ഇറ്റ്സ് ഓൾവേസ് ബെറ്റർ. അതായത് ആ സമയത്ത് ഒരുപാട് ഒപ്പീനിയൻസ് വരും. കുറേ പേര് നിങ്ങൾ ആ ടോപ്പിക്ക് പഠിച്ചോ, ഈ ടോപ്പിക്ക് പഠിച്ചോ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഈ ഫാക്കൽറ്റി അങ്ങനെ പറഞ്ഞു, ആ ഫാക്കൽറ്റി ഇങ്ങനെ പറഞ്ഞു. വെറുതെ നമ്മൾ പാനിക് ആവാനേ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഉണ്ടാക്കുകയുള്ളൂ. നൗ റെയർ കേസസിൽ യെസ്, ചില സിറ്റുവേഷൻസിൽ ചിലപ്പോൾ നമ്മൾ എക്സാം ഹാളിൽ നിന്ന് പുറത്തിറങ്ങി ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ പറഞ്ഞ ഇൻസിഡൻറ്റ് ചിലപ്പോൾ കേട്ടേക്കാം. അവർ ആ എക്സാം ഹാൾ കയറുന്നതിന് മുന്നേ അങ്ങനെ ഒരു ടോപ്പിക്കിനെ പറ്റി ഡിസ്കസ് ചെയ്ത് അത് കറക്റ്റ് എക്സാം ഹാളിൽ അതേപോലെ വന്നു. ബട്ട് നമ്മൾ ചെയ്യണ ആ ഒരു പ്രോസസ്സിൻ്റെ ഡ്രോബാക്ക് ആണ് അതിൻ്റെ ബെനിഫിറ്റിനേക്കാളും കൂടുതൽ. ഒന്നെന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ നല്ല പാനിക് അടിക്കും. നമ്മളെ പ്രിപ്പറേഷൻസ് കാര്യങ്ങളൊക്കെ, എന്നിട്ട് നമ്മൾ ആ ഒരു സ്ട്രെസ്സും ആ ടെൻഷനും നമ്മൾ ഈ ടോപ്പിക്ക് പഠിച്ചിട്ടില്ലായിരുന്നല്ലോ, അല്ലെങ്കിൽ എനിക്ക് വേണ്ട പോലെ അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് എക്സാം ഹാളിൽ കയറി ആ ടെൻഷൻ നമ്മൾ ആ എൻറ്റയർ പേപ്പറിനെ എഫക്ട് ചെയ്യും. പല സിറ്റുവേഷൻ ആ പേപ്പറിന് മാത്രമല്ല ബാക്കിയുള്ള പേപ്പേഴ്സിനൊക്കെ അത് എഫക്ട് ചെയ്യും. പല സിറ്റുവേഷനിലും ചിലപ്പോൾ ആ ടോപ്പിക്കിന് ക്വസ്റ്റ്യൻ തന്നെ വരണം എന്നില്ല. ഇനി അഥവാ വന്നാൽ തന്നെ ഫൈൻ, വാട്ട് എവർ, ലൈക്ക് ഐ സെഡ്, നമ്മൾ ബാക്കിയുള്ള നല്ലോണം അറിയണ പേപ്പേഴ്സിനൊക്കെ ഇത് നല്ലോണം എഫക്ട് ചെയ്യും. സോ മേക്ക് ഷുവർ നിങ്ങൾ അങ്ങനത്തെ ലാസ്റ്റ് മൊമെന്റ് ഡിസ്കഷൻസോ കാര്യങ്ങളോ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. ദാറ്റ് ഇസ് വൺ തിങ്. സെക്കൻഡ് തിങ്, നമ്മൾ എക്സാം ഹാളിൽ കയറി കൂൾ ഓഫ് ടൈം നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിൽ കിട്ടി. ആ കൂൾ ഓഫ് ടൈം 15 മിനിറ്റ്സ് ആക്ച്വലി എൻറ്റയർ ക്വസ്റ്റ്യൻ പേപ്പർ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് വായിക്കാനുള്ള ടൈമല്ല. അതിനുള്ള ടൈം നമുക്ക് ഉണ്ടാവില്ല. പല പേപ്പേഴ്സൊക്കെ ചിലപ്പോൾ നമുക്ക് 15-16 പേജസ് ഒക്കെ ഉണ്ടാവും ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ. അപ്പോൾ വൈ ഇസ് ദാറ്റ് ടൈം ആക്ച്വലി? ആ ടൈം ആക്ച്വലി നമ്മൾ ഓപ്ഷണൽ ക്വസ്റ്റ്യനിൽ നമ്മൾ ഏത് അറ്റൻഡ് ചെയ്യണം എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള ടൈമാണ്. ആ ടൈമിൽ നിങ്ങൾ എന്തായാലും ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പൽസറി ക്വസ്റ്റ്യൻ എന്തായാലും വായിക്കാനും നിൽക്കില്ലേ. അതുകൊണ്ട് പ്രത്യേകിച്ച് നമുക്കൊരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല. കമ്പൽസറി ക്വസ്റ്റ്യൻ സംതിങ് വെച്ച് നമ്മൾ എന്തായാലും എഴുതണം. അപ്പോൾ പിന്നെ അത് വായിച്ചാണ് നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാതെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിൽ ഞാൻ ഏതാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, ഏത് ക്വസ്റ്റ്യനാണ് സ്കിപ്പ് ചെയ്യേണ്ടത്, അത് ഡിസൈഡ് ചെയ്യുന്ന ടൈമാണ് കൂൾ ഓഫ് ടൈം. അപ്പോൾ അഗെയിൻ ഓരോ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ഫുള്ളായിട്ട് വായിക്കാനും പറ്റൂല, അത്രയും ടൈം ഉണ്ടാവില്ല. നമ്മൾ ഒരു റഫ് റീഡിങ് കൊടുക്കും. അതിൽ തന്നെ ചിലപ്പോൾ പല ഡയലമ വന്നേക്കാം. ഒരു ക്വസ്റ്റ്യൻ്റെ ചിലപ്പോൾ ക്വസ്റ്റ്യൻ നമ്പർ 2ന്റെ ABCDയിൽ നിങ്ങൾക്ക് 2 അറിയാം, ക്വസ്റ്റ്യൻ നമ്പർ 3ന്റെ Aയും Bയിലും ചിലപ്പോൾ നിങ്ങൾക്ക് 1 അറിയാം. അപ്പോൾ ഇറ്റ്സ് ലൈക്ക് ഇനി ആ ഓപ്ഷന്റെ കൂട്ടത്തിൽ തന്നെ ഏത് പിക്ക് ചെയ്യണം, ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒക്കെ വരാം. ഏതിനാണ് ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ളത് നോക്കുക, ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുക നോക്കുക, അങ്ങനെ. സോ കൂൾ ഓഫ് ടൈം ഏതാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടത് ഡിസൈഡ് ചെയ്യുന്ന ടൈമാണ്. അങ്ങനെ നമ്മൾ ഡിസൈഡ് ചെയ്ത് നമ്മളെ ആൻസർ ഷീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ 2 o'clock ആയി, ആൻസർ എഴുതാനുള്ള ടൈമായി. ഹൗ ഡു യു സ്റ്റാർട്ട്? യു ഹാവ് 2 ഓപ്ഷൻസ്. ദർ ഇസ് നത്തിങ് ലൈക്ക് ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നുള്ളത്. ഒന്ന് MCQ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. MCQ 30 മാർക്സിന്റെ ഏരിയയാണ്. ആൻസേഴ്സ് അവർ തന്നെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു ഡിസ്ക്രിപ്റ്റീവ് എഴുതുന്ന അത്ര സ്ട്രെസ് MCQ ഉണ്ടാവണം എന്നില്ല, കുറച്ച് റിലീഫ്ഡ് ആയിരിക്കും. അത് വേഗം കംപ്ലീറ്റ് ചെയ്തിട്ട് ഡിസ്ക്രിപ്റ്റീവിലേക്ക് പോവുക. ദാറ്റ് ഇസ് വൺ ഓപ്ഷൻ. ഓർ ദി സെക്കൻഡ് ഓപ്ഷൻ ഇസ് നിങ്ങൾ മേ ബി ഒരു 2 ഡിസ്ക്രിപ്റ്റീവ് ആൻസർ എഴുതിയിട്ട് പിന്നെ MCQയിലേക്ക് വരുമ്പോഴേക്കും, അപ്പോൾ 2 ഡിസ്ക്രിപ്റ്റീവ് ചെയ്യുമ്പോഴേക്കും യു ഹാവ് അറ്റൻഡഡ് ഓൾമോസ്റ്റ്, അതായത് ഇപ്പോൾ കമ്പൽസറി അല്ലാത്ത ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മേ ബി യു ഹാവ് അറ്റൻഡഡ് ഓൾമോസ്റ്റ് അറൌണ്ട് ഒരു 28 മാർക്സിന്റെ ടോപ്പിക് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. ഡിപ്പെൻസ്. ഇപ്പോൾ നിങ്ങൾ കമ്പൽസറി അറ്റൻഡ് ചെയ്തെങ്കിൽ ചിലപ്പോൾ 30 മാർക്സിനൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ നിങ്ങൾ MCQയിലേക്ക് വരുമ്പോൾ അത് അഗെയിൻ ഒരു സേഫർ സൈഡ്, ലൈക്ക് പിന്നെ ഒരു 30 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ് കൂടി കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ഇനീഷ്യൽ എക്സാമിന്റെ ആ സ്റ്റാർട്ടിംഗ് പീരീഡിൽ ആദ്യത്തെ ആ ഒരു 1 hour മേ ബി നിങ്ങൾ അത്യാവശ്യം ഒരു ഹൈ വെയിറ്റേജിന്റെ ഹൈ മാർക്സിന്റെ ഏരിയാസ് നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുണ്ടാവും. ദാറ്റ് ഇസ് അനദർ ആസ്പെക്ട്. ലൈക്ക് ഐ സെഡ്, ഓരോരുത്തരുടെ അപ്രോച്ച് ഡിഫറെന്റ് ആയിരിക്കും. ഇതിലേതാണോ നമുക്ക് സ്യൂട്ട് ആവുന്നത് അതെടുക്കാം. ദെൻ നമ്മൾ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ കാഷ്വൽ റീഡിങ്ങേ കൊടുത്തിട്ടുള്ളൂ, റഫ് റീഡിങ്ങേ കൊടുത്തിട്ടുള്ളൂ. നമ്മൾ മെയിൻ ആൻസർ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്ന സമയത്ത് മേക്ക് ഷുവർ നിങ്ങൾ പ്രോപ്പർലി ക്വസ്റ്റ്യൻ വായിച്ചിട്ടുണ്ട്. ദർ മൈറ്റ് ബി സിറ്റുവേഷൻസ് വേർ നമ്മളൊരു 80% വായിച്ചു കഴിഞ്ഞിട്ട് വി കം ടു ദി കൺക്ലൂഷൻ ദാറ്റ് ഈ ക്വസ്റ്റ്യൻ എനിക്ക് അറിയാം, ഞാൻ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ ചിലപ്പോൾ ഓവർ എക്സൈറ്റഡ് ആവും, നമ്മൾ ആൻസർ എഴുതാൻ തുടങ്ങും. ആൻസർ എഴുതിയിട്ട് പിന്നെ ഏകദേശം ആൻസറിന് ഒരു 80-90% എത്തുമ്പോഴാണ് നമ്മൾ കാണുന്നത് ഇത് ഞാൻ വിചാരിച്ച ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ല, അതിലൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. എഴുതിയത് മൊത്തം വെട്ടിയിട്ട് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ഓൾവേസ് ഫുൾ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് റിക്വയർമെന്റ് എന്താണെന്നുള്ളത് ക്ലിയർ ആവുക. ആൻഡ് വെൻ ഐ ടോക്ക് അബൌട്ട് റിക്വയർമെന്റ്, മേക്ക് ഷുവർ ആ ഫൈനൽ റിക്വയർമെന്റ്, ആ സെന്റൻസും അവരെ എക്സാക്ട് റിക്വയർമെന്റ് എന്താണെന്നുള്ളത് നോക്കുക. കാരണം ഇപ്പോൾ തിയറി പേപ്പേഴ്സിൽ വരെ ചില കേസസിൽ അവർ ഒരു ടോപ്പിക്കൊക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് സെന്റൻസിൽ അവർ പറയുന്നുണ്ടാവും
CS പറയണത് ഇങ്ങനെയാണ്, ഇന്റേണൽ ഓഡിറ്റ് വേണം എന്നാണ് CS പറഞ്ഞത്, ഡയറക്ടർ പറഞ്ഞത് ഇന്റേണൽ ഓഡിറ്റ് വേണ്ട, ആര് പറഞ്ഞതാണ് ശരി എന്നായിരിക്കും അവർ ചോദിക്കുക. അപ്പോൾ ഇന്റേണൽ ഓഡിറ്റ് നമ്മൾ നോക്കുക സെക്ഷൻ 138, സെക്ഷൻ 138 റിക്വയർമെന്റ് കാര്യങ്ങളൊക്കെ നമ്മൾ മെൻഷൻ ചെയ്ത്. സോ വി ആർ ഓവർ എക്സൈറ്റഡ് ഓവർ ദെയർ. ആ ടോപ്പിക് എനിക്ക് അറിയുന്ന ടോപ്പിക്കാണ് എന്നുള്ളത് നമ്മൾ അതിന്റെ പ്രൊവിഷൻ പാരഗ്രാഫ് എഴുതി, ഫാക്ട് എഴുതി, അനാലിസിസ് പാർട്ടൊക്കെ എഴുതി, നോട്ട് റിയലൈസിങ് ദാറ്റ് ദെയർ റിക്വയർമെന്റ് വാസ് CS പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നാണ് അവർ റിക്വയർമെന്റ്. അത് നമ്മൾ അഡ്രസ് ചെയ്യാത്തടത്തോളം കാലം നമ്മൾ ആ ക്വസ്റ്റ്യന്റെ പ്രോപ്പർ റെസ്പെക്ട് നമ്മൾ കൊടുത്തിട്ടില്ല. ഇതിനെ ബേസ് ചെയ്തിട്ട് ഞാനിപ്പോൾ റീസെന്റ് ചെയ്ത ലോന്റെ RTPന്റെ അമെന്റ്മെന്റ്സും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിലും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിലായിരുന്നു എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, അതോ ലോ പേപ്പർ എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നുള്ള ഒരു ക്വസ്റ്റ്യന്റെ സീരീസ് ഞാൻ യൂട്യൂബിൽ ചെയ്തിരുന്നു. അതിൽ ഞാൻ കുറെ ലോ പേപ്പർ സ്പെസിഫിക് ആയിട്ട് ടിപ്സ് പറയുന്നുണ്ടായിരുന്നു. അതിൽ ഞാനൊരു 4 ക്വസ്റ്റ്യൻസ് ഒക്കെ ഒരു പ്രാക്ടിക്കൽ കേസ് എക്സാമിൽ വന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് കാണിക്കുന്ന കേസ് ഉണ്ടായിരുന്നു. സോ ഏതോ ഓഫ് ദീസ് ടു ഏതോ ഒന്നിൽ ഞാൻ ഇങ്ങനത്തെ ഒരു കേസ് വന്നപ്പോൾ സ്പെസിഫിക്കലി ശ്രദ്ധിക്കണം എന്നുള്ള പറഞ്ഞൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ഒരു ക്വസ്റ്റ്യൻ അങ്ങനെ ഉണ്ടായിരുന്നു. ഐ തിങ്ക് ഇറ്റ് വാസ് ഇൻ ദ RTP ഇറ്റ്സെൽഫ്. സോ മേക്ക് ഷുവർ റിക്വയർമെന്റ് എന്താണെന്ന് നിങ്ങൾക്ക് അത്രയും ഉറപ്പാണെന്നുള്ളത് അത് നിങ്ങൾ അഡ്രസ് ചെയ്തു എന്നുള്ള ഉറപ്പുവരുത്താം. ഇതേ സംഭവം തന്നെ MCQയിലും ശ്രദ്ധിക്കാനുള്ള പോയിന്റ്. ചില കേസസിൽ MCQ ഭയങ്കര ലെങ്തി MCQ അവർ തരും. അപ്പോൾ നമ്മൾ ഫുള്ള് കഥ എല്ലാം വായിച്ചിട്ട് പിന്നെ ക്വസ്റ്റ്യൻസിലേക്ക് വരുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഇവർ വേറെ എന്തോ സാധനം ചോദിക്കണം. പിന്നെ നമ്മൾ വീണ്ടും സ്റ്റോറി ഫുള്ള് വായിച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്നതിനേക്കാളും ഏറ്റവും ബെസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ലെങ്തി ആണെന്ന് കാണുകയാണെങ്കിൽ മേക്ക് ഷുവർ നിങ്ങൾ അതിന്റെ റിക്വയർമെന്റ് എന്താ ഫസ്റ്റ് വായിക്കുക. സോ ദാറ്റ് നിങ്ങൾ ആ സ്റ്റോറി വായിക്കുമ്പോൾ തന്നെ യു നോ വേർ ടു ചെക്ക്. ആ കറക്റ്റ് ആയിട്ട് അവിടെ ആയിരിക്കും നമ്മളെ ഫോക്കസ് പോവുക. MCQയിൽ തന്നെ വീണ്ടും ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ ഒരു പോയിന്റ് ആണ്, നിങ്ങൾ ഒരു ഓപ്ഷൻ വായിച്ച് ഫസ്റ്റ് ഓപ്ഷൻ വായിച്ച് യു ഫീൽ ലൈക്ക് ദാറ്റ് ഈസ് ദി ആൻസർ, അത് നേരെ അപ്പം തന്നെ മാർക്ക് ചെയ്യാൻ നിൽക്കരുത്. മേക്ക് ഷുവർ നിങ്ങൾ 4 ഓപ്ഷൻസും വായിക്കുക. അതിലാണ് ഏതാണ് ഏറ്റവും ആപ്റ്റ് ആൻസർ അത് പിക്ക് ചെയ്യാം. ഇത്രയും ഫാക്ടേഴ്സ് റിഗാർഡിങ് MCQ, ഇത്രയും ഫാക്ടേഴ്സ് റിഗാർഡിങ് ഡിസ്ക്രിപ്റ്റീവ്. പിന്നെ ഇനി പ്രസന്റേഷൻ പോയിന്റ് ഓഫ് വ്യൂ അഗൈൻ പ്രസന്റേഷൻ ലൈക്ക് ഐ സെഡ്, ഇപ്പോൾ ലോന്റെ പേപ്പറിന്റെ കേസിലൊക്കെ സ്പെസിഫിക് ആയിട്ട് ഓരോ പോയിന്റ്സ് ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് എന്തൊക്കെയാണെന്നുള്ള ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. അതിൽ ആൻസർ സോൾവ് ചെയ്യേണ്ട മെത്തേഡ്, ചില പ്രാക്ടിക്കൽ ആൻസേഴ്സ് തന്നെ ക്വസ്റ്റ്യൻസ് തന്നെ സോൾവ് ചെയ്തിട്ടും കാണിച്ചിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്യാം. ബിസൈഡ്സ് ദാറ്റ് ശ്രദ്ധിക്കേണ്ട ഏറ്റവും മെയിൻ പോയിന്റ്സ്, നമ്മൾ ഒരു ആൻസറിന്റെ സബ് പോയിന്റ്സ് എല്ലാം ഒന്നിച്ച് തന്നെ വരണം. നമ്മൾ ഓർഡറിൽ തന്നെ എഴുതണം എന്നുള്ള നിർബന്ധമൊന്നുമില്ല. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കമ്പൽസറി ആയതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, അറ്റൻഡ് ചെയ്യുക. അത് ഫസ്റ്റ് തന്നെ എഴുതണം എന്നുള്ള നിർബന്ധമല്ല. മേക്ക് ഷുവർ ആദ്യം റെഡി ആയിട്ട് പോവുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും ടെക്നിക്കൽ ക്വസ്റ്റ്യൻ ആയിരിക്കും. സോ അത് കണ്ടിട്ട് പാനിക് അടിക്കാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ അത് വായിച്ച് അത് അറ്റൻഡ് ചെയ്യാൻ ട്രൈ ചെയ്ത് നമ്മളെ വാശിയിലാണ്, അത് കമ്പൽസറി ആയതുകൊണ്ട് അത് എന്തായാലും ട്രൈ ചെയ്യണം. നമ്മളെ എൻറ്റയർ എക്സാമിന് മൂഡ് തന്നെ പോകും. ഇനി വാട്ട് എവർ മേ ബി ദ കേസ്, ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അവിടെ കൊളായി ഇവിടെ കൊളായി, അത് മൊത്തത്തിൽ നമ്മൾ ആ പെർഫോമൻസിനെ എഫക്ട് ചെയ്യാൻ പാടില്ല. കാരണം എന്തായാലും പേപ്പർ മോർ ദാൻ 100 മാർക്സിൻ്റെ ആണ്, ഓപ്ഷണൽ ക്വസ്റ്റ്യൻ അടക്കം. അതിൽ നമുക്ക് പാസ്സാവാൻ വേണ്ടത് വെറും 40 ആണ്. ഇനി എക്സെപ്ഷന് വേണ്ടത് 60 ആണ്. അറൌണ്ട് 114-120 മാർക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മുടെ കയ്യിൽ ഉണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് വെറുതെ നമ്മൾ പാനിക് അടിച്ച് വെറുതെ അറിയുന്ന ഏരിയാസ് കൂടി കൊണ്ട് കൊളാക്കുന്ന സിറ്റുവേഷൻ, അങ്ങനത്തെ ഫാക്ടേഴ്സ് ഒക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക. പേപ്പർ പ്രസന്റേഷൻ പ്രാക്ടിക്കൽ പേപ്പേഴ്സിൽ ഒരുപാട് ഡെക്കറേഷനിൽ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ നിൽക്കില്ലേ. ഇപ്പോൾ ഞാനൊക്കെ ഇപ്പോൾ എൻ്റെ അക്കൗണ്ട്സ് പേപ്പറിലൊക്കെ ഈവൻ ആ ഒരു ലെജർ വരയ്ക്കുമ്പോൾ ലൈന് വരെ വരക്കാൻ നിന്നിട്ടില്ല. ജസ്റ്റ് ആ T ഫോർമാറ്റ് മാത്രം വരച്ചിട്ടിട്ട് ആൻസർ ഫുള്ള് പ്രസന്റ് ചെയ്തിട്ട് ലാസ്റ്റ് 1-2 മിനിറ്റിൽ തിരിച്ച് വന്നിട്ട് ആ ബാക്കി ലൈൻസ് ടൈം ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യും. അല്ലെങ്കിൽ പല റാങ്ക് ഹോൾഡേഴ്സിന്റെ പേപ്പേഴ്സിൽ വരെ ഈ വെരിഫൈഡ് കോപ്പീസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ഡെക്കറേഷൻ ഏരിയ അവർ വല്ലാതെ ഫോക്കസ് ചെയ്തിട്ടില്ല. ആൻഡ് ഇപ്പോൾ എൻ്റെ ഒരു പേഴ്സണലി ഒരു സ്റ്റുഡൻറ്റിൻ്റെ കേസിൽ ഞാൻ ലോൻ്റെ പേപ്പറിൽ കണ്ടൊരു സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കര പെർഫെക്ഷനിൽ ഫോക്കസ് ചെയ്യും. എനിക്ക് ഈ ആൻസർ എനിക്ക് നല്ലോണം അറിയാം, നമ്മളത് എഴുതിയ ആൻസറിന് മേലെ വീണ്ടും പെർഫെക്ഷൻ ആക്കി. അതായത് ഇപ്പോൾ ഈ പെർട്ടിക്കുലർ കുട്ടിയുടെ കേസിൽ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഡിസ്ക്രിപ്റ്റീവ് ഒക്കെ എഴുതിയിട്ട് അതിൻ്റെ ഇടയിൽ നമ്മളുണ്ടല്ലോ അങ്ങനെ ഒരു സാധനം ഇട്ടുകൊടുത്താണ്ട് ഒരു സാധനം ചേർത്ത് കൊടുക്കുക. അങ്ങനെ ചേർത്തിട്ട് സെക്ഷൻ നമ്പേഴ്സ് പിന്നീട് ചേർത്തിട്ടുണ്ട്, അങ്ങനെ ചേർത്തിട്ട് ചില ടോപ്പിക്ക് പിന്നീട് ചേർത്തിട്ടുണ്ട്. എഴുതിയതൊക്കെ കറക്റ്റ് ആണ്, ആ ചേർത്ത പോയിന്റ്സ് കറക്റ്റ് ആണ്, വാലിഡ് പോയിന്റ്സ് ആണ്. അപ്പോൾ അതിൽ പ്രശ്നം എന്താ? ഓക്കെ, ഐ വാസ് ഇംപ്രസ്ഡ്. ഇനിഷ്യലി ഞാൻ ആ പേപ്പർ കണ്ടപ്പോൾ ഐ വാസ് ഇംപ്രസ്ഡ്, കാരണം മെയിൻ പോയിന്റ്സ് എല്ലാം എഴുതിയിട്ട് പിന്നീട് മൈൻഡിൽ ഓരോ ഐഡിയ വന്നപ്പോൾ ആളെ പെട്ടെന്ന് ചേർക്കുക ചെയ്ത്. പക്ഷെ അതിൽ പ്രശ്നം എന്താ വെച്ചാൽ പിന്നീട് ലാസ്റ്റ് എത്തിയപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് ചില ക്വസ്റ്റ്യൻസ് തന്നെ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്ത്. അത് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു സെക്കൻഡ് ലാസ്റ്റ് ആൻസർ ഒക്കെ ജസ്റ്റ് ഒരു തുടക്കം ഇട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, ലാസ്റ്റ് ആൻസർ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്ത്. സോ നൗ ദാറ്റ് ഈസ് വെയർ ഇപ്പോൾ ആ കുട്ടി എക്സാം എഴുതുമ്പോൾ ഞാൻ അവരെ മുന്നിൽ ഇരുന്നിട്ടില്ല, ബട്ട് ഐ നോ എക്സാക്ട്ലി വാട്ട് ഹാപ്പൻഡ് ഓവർ ദെയർ. ആ പേപ്പർ കണ്ടാൽ അറിയാം, അവർ ആ സ്റ്റാർട്ടിങ്ങിൽ എഴുതിയ പേപ്പർ അങ്ങനെ ഫോക്കസ് ചെയ്ത് സ്പെഷ്യലൈസ് ചെയ്ത് അതിൽ കുറേ ഡെക്കറേറ്റ് ചെയ്ത് അത് ചെയ്ത് ലാസ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾ എത്ര വൃത്തിക്ക് എഴുതിയാലും 5 മാർക്കിന്റെ ക്വസ്റ്റ്യന് നിങ്ങൾക്ക് 10 മാർക്ക് തരാൻ പോകുന്നില്ല. അവർ മാക്സിമം പോയ 5 മാർക്കിന് തരാൻ പോകുന്നുള്ളൂ. സോ ആ ട്രാപ്പിൽ വീഴാൻ നിൽക്കരുത്. മേക്ക് ഷുവർ നമ്മൾ സേഫ് ആക്കാനുള്ള പോയിന്റ്സ് ഫുൾ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തിയിട്ട്
പിന്നെ എക്സ്ട്രാ ടൈമിൽ വാട്ട് എവർ യു വാണ്ട് ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളത് നോക്കാം. സെക്ഷൻസ് കോട്ട് ചെയ്യൽ കമ്പൽസറി അല്ല ലോയില്, അപ്പോൾ ഓബ്വിയസ് ആണ്. പിന്നെ സബ്സെക്ഷനും റൂൾ നമ്പറും അപ്പോൾ പിന്നെ എന്തായാലും കമ്പൽസറി അല്ല. അറിയണമെങ്കിൽ മാത്രം കോട്ട് ചെയ്യാൻ പറ്റിയ ആഡഡ് ഇംപ്രഷൻ ആണ്. ഈ പോയിന്റ്സ് ഒക്കെ ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ആ ലോന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് പ്രസന്റേഷൻ പോയിന്റ് ഓഫ് വ്യൂ ഷോർട്ട് ആയിട്ട് പറയാമെന്ന് മാത്രം. ഉറപ്പാണെങ്കിൽ മാത്രം കോട്ട് ചെയ്യുക, ഇല്ലെങ്കിൽ റോങ് സെക്ഷൻ കോട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്ക് അവർ എന്തായാലും കട്ട് ചെയ്യും. പിന്നെ ലാംഗ്വേജ് ആണ് ഒരു ഫാക്ടർ പൊതുവെ സ്റ്റുഡൻസ് പറയാറ്, ലാംഗ്വേജിൽ വീക്ക് ആണെന്നുള്ളത്. അഗെയിൻ ലാംഗ്വേജ് നമുക്ക് ഇമ്പോർട്ടൻ്റ് അല്ല. ഇൻഫാക്ട് ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് ഹിന്ദി പേപ്പറിൽ എക്സാം എഴുതാനുള്ള ഓപ്ഷൻ ICA തരില്ലായിരുന്നു. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കുക ദേ ആർ നോട്ട് ഫോക്കസിങ് ടു മച്ച് ഓൺ ലാംഗ്വേജ്. ഗിവൺ എ ചാൻസ് ഇപ്പോൾ നമുക്ക് മലയാളത്തിൽ എഴുതാൻ ചാൻസ് തന്നെങ്കിൽ ചിലപ്പോൾ നിങ്ങളും പലരും മലയാളത്തിലും എഴുതും ചെയ്യും. അപ്പോൾ നോർത്ത് നിന്നുള്ള സ്റ്റുഡൻസ് ഒക്കെ ഹിന്ദിയിൽ എഴുതുമ്പോൾ അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ഒബ്വിയസ് ആണ് അഗെയിൻ ഇവാലുവേറ്റ് ചെയ്യുന്ന ആൾക്കാരും ഒരു പക്ഷേ ചിലപ്പോൾ ഇതിൽ ദേ മെയിൻലി റിലൈ അപ്പോൺ നമ്മൾ ICA പ്രൊവൈഡ് ചെയ്യുന്ന ആൻസർ കീയിൽ. അപ്പോൾ അവിടെയാണ് നമ്മൾ കീവേഡ്സ് ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞത്. കാരണം അവർക്ക് കൊടുത്ത ആൻസർ കീയിലുള്ള ആ കീവേഡ്സ് ഉണ്ടോ നിങ്ങൾ മാർക്ക് സ്കോർ ചെയ്യും, ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഓൺ വേർഡ്സിൽ എഴുതുക. ദാറ്റ് ഈസ് റിഗാർഡിംഗ് ലോ പേപ്പർ. പിന്നെ എക്സ്ട്രാ പേപ്പേഴ്സ് എക്സ്ട്രാ കാര്യങ്ങൾ ദാറ്റ് നമ്മൾ ബ്ലാക്ക് പെൻ കൊണ്ടാണ് എഴുതേണ്ടത്. അപ്പോൾ മേക്ക് ഷുവർ നിങ്ങളടുത്ത് സഫീഷ്യൻറ്റ് ബ്ലാക്ക് പെൻ ഉണ്ട്. 1-2 ഒക്കെ മാത്രം കൊണ്ട് പിഷ്കാൻ നിൽക്കില്ലേ, അതിന് മഷി കഴിഞ്ഞ് പിന്നെ കയ്യിൽ ബ്ലൂ ഇങ്ക് ആയിരുന്നു ഉള്ളത്, വട്ടവർ അങ്ങനത്തെ പരിപാടികളൊക്കെ ഒഴിവാക്കുക. മാക്സിമം എക്സ്ട്രാ ബ്ലാക്ക് പെൻ കുറേ ഉണ്ട് എന്ന് തന്നെ ഉറപ്പുവരുത്തുക. വാട്ട് എവർ അഡീഷണൽ യു വാണ്ട്, സ്റ്റേഷനറി, പെൻസിൽ, സ്കെയിൽ, വാട്ട് എവർ യു വാണ്ട്, ഹോൾ ടിക്കറ്റ് കയ്യിൽ വെക്കുക. കാൽക്കുലേറ്റർ മേക്ക് ഷുവർ നമ്മളെ ഗൈഡ് ലൈൻസിൽ പറഞ്ഞിട്ടുള്ള കാൽക്കുലേറ്റർ, 12 ഡിജിറ്റ് എക്സ്ട്രാ സ്പെഷ്യൽ കീ കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാൽക്കുലേറ്റർ. അതന്നെ 2 സെയിം മേക്കിന്റെ സെയിം മോഡൽ 2 കാൽക്കുലേറ്റർ കൊണ്ടുപോയെന്ന് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുള്ളൂ. അവരെന്തായാലും 2 കയ്യിൽ വെക്കാൻ സമ്മതിക്കൂല. ഒന്ന് നമ്മൾ ബാഗിൽ വെക്കുക. അഥവാ നമ്മൾ ഒരു കാൽക്കുലേറ്റർ ഡാമേജ് ആയി അല്ലെങ്കിൽ ബാറ്ററി തീർന്നു, ഇതൊക്കെ എന്നോട് എൻ്റെ ഫാക്കൽറ്റി പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഞാൻ ചിലപ്പോൾ പറയുമ്പോൾ നിങ്ങൾക്ക് തമാശയായിട്ട് തോന്നും, പക്ഷേ പറഞ്ഞാൽ വിശ്വസിക്കൂല. അവർ പറഞ്ഞ പോലെ തന്നെ എൻ്റെ എക്സാമിൽ ഇതിൻ്റെ ഇടയിൽ ഒരു സബ്ജക്റ്റിൻ്റെ ഇടയിൽ കാൽക്കുലേറ്ററിൻ്റെ ഇത് തീർന്ന് കംപ്ലൈൻ്റ് ആയി. I was lucky enough I had a second calculator. അപ്പോൾ നമ്മൾ ബാഗിൽ വെക്കുക, അത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഇസ് അനദർ തിങ് ദാറ്റ് യു നീഡ് ടു ബി കെയർഫുൾ അബൌട്ട്. കാൽക്കുലേറ്റർ എക്സ്ട്രാ വെക്കുക. പിന്നെ എക്സാം ഹാളിൽ നിന്ന് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിയുമ്പോൾ അഗെയിൻ നിങ്ങൾ കയറുന്നതിന് മുന്നേ എന്ന് പറഞ്ഞ പോലെ തന്നെ കൂടുതൽ ആൾക്കാരായിട്ടുള്ള ഡിസ്കഷനോ പരിപാടിക്കൊന്നും നിൽക്കരുത്. കഴിഞ്ഞ പേപ്പർ എങ്ങനെ ഉണ്ടായിരുന്നു അതിൻ്റെ ഡിസ്കഷനോ കാര്യങ്ങൾക്കൊന്നും നിൽക്കാതെ കഴിഞ്ഞത് കഴിഞ്ഞ് ഇനി അതിനെപ്പറ്റി ഒരു പരിപാടിക്ക് നിൽക്കണ്ട, അടുത്ത പേപ്പർ ഫോക്കസ് ചെയ്യാം. അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ. കാരണം അവിടെ വീണ്ടും കുറേ പേര് ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഞാൻ ഇങ്ങനെ എഴുതി, അങ്ങനെ അവർ ചിലപ്പോൾ പറഞ്ഞ പൊട്ടത്തരക്കാരം. അത് നമ്മൾ അതിനെപ്പറ്റി ആലോചിച്ചാണ് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനും കൊണ്ടുപോയിട്ട് കൊളാക്കും, എക്സാമും കൊണ്ടുപോയി കൊളാക്കും. എന്നോട് പല സ്റ്റുഡൻസും ഇപ്പോൾ കഴിഞ്ഞ അറ്റംപ്റ്റിലൊക്കെ എക്സാം കഴിഞ്ഞിട്ട് ലോൻ്റെ ഒരു പേപ്പർ അനാലിസിസിൻ്റെ ഒരു വീഡിയോ ഇടാൻ. ഞാൻ ഐ വുഡ് സേ എക്സാംസ് ഫുള്ള് കഴിയട്ടെ എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അല്ലാതെ അതിൻ്റെ ഇടയിൽ നിങ്ങൾ അതിനൊന്നും ടൈം വേസ്റ്റ് ചെയ്യാൻ നിൽക്കല്ലേ. കാരണം ലിമിറ്റഡ് ടൈമാണ് 1.5 ദിവസം എന്ന് പറഞ്ഞാൽ. അത് നമ്മൾ ഈ ലാസ്റ്റ് മൊമെന്റ് വരെ ചെയ്ത പ്രിപ്പറേഷൻസ് ഒക്കെ ഈ ലാസ്റ്റ് മൊമെന്റ് കൊണ്ടേക്കാണ്ട് കൊളാക്കാൻ നിൽക്കരുത്. സോ ദാറ്റ് ഇസ് ലൈക്ക് ഒരു സബ്ജക്ട് കഴിഞ്ഞു, ദാറ്റ്സ് ഇറ്റ്, ഖലാസ്. ഇനി അതിനെപ്പറ്റി ഡിസ്കഷനും ഇല്ല, ഒരു പരിപാടിയില്ല. ഞാൻ എങ്ങനെ പെർഫോം ചെയ്തു, മാർക്ക് കാൽക്കുലേറ്റ് ചെയ്ത് ഒരു പരിപാടിക്ക് നിൽക്കാതെ നേരെ അടുത്ത പേപ്പറിൽ ഫോക്കസ് ചെയ്യാം. ദെൻ ദാറ്റ്സ് ഇറ്റ്. ഏറെക്കുറെ മെയിൻ പോയിന്റ്സ് പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഇനി കുറച്ച് മൈനർ പോയിന്റ്സ് ഒക്കെ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഡേ ഓഫ് ദി എക്സാം മേക്ക് ഷുവർ നിങ്ങൾ എക്സാം ഹാളിൽ കുറച്ച് നേരത്തെ എത്തുക. ബി ഫെമിലിയർ ഓവർ ദെയർ. നിങ്ങൾ കറക്റ്റ് എനിക്ക് ഇത്ര ടൈമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ടൈം മാച്ച് ആക്കിയിട്ട് പോകാൻ നിൽക്കുക. ട്രാഫിക്കിൻ്റെ ഇടയിൽ പെടുക, അല്ലെങ്കിൽ ട്രാഫിക് ഒന്നും ഇല്ലാതെ അവിടെ എത്തി നമ്മളെ എക്സാമിൻ്റെ ക്ലാസ് റൂം ചെയ്താൽ അവിടുത്തെ നമ്മൾ സ്പേസ് ചെയ്താൽ അങ്ങനത്തെ പാനിക്കോ സാധനങ്ങളൊന്നും ഇല്ലാതെ കുറച്ച് നേരത്തെ എത്താൻ നോക്കുക. എക്സാമിൻ്റെ അന്നൊന്നും പുതിയ ഫുഡോ പുതിയ ഡ്രിങ്ക്സ് ഒന്നും ട്രൈ ചെയ്യാൻ നിൽക്കല്, പരീക്ഷിക്കാൻ നോക്കിയിട്ട് ഫ്രണ്ട്സ് എല്ലാം പോയിട്ട് അങ്ങനത്തെ പരിപാടിക്കൊന്നും നിൽക്കല്. ആ മൊമെന്റിൽ നമുക്ക് ഓൾറെഡി നമ്മളെ ഒരു മൈൻഡും ചിലപ്പോൾ ബോഡിയും കുറച്ച് സ്ട്രെസ്സിലാണ്. അതിൻ്റെ കൂടെ ഫുഡിൻ്റെ പണി കൂടി കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കല്. മേക്ക് ഷുവർ യു ഗെറ്റ് പ്രോപ്പർ സ്ലീപ്പ്, എസ്പെഷ്യലി ഡ്യൂറിങ് ദ എക്സാംസ്. നമുക്ക് നല്ല ബ്രെയിൻ വർക്ക് ചെയ്യേണ്ട ടൈമാണത്. അപ്പോൾ ആ ലാസ്റ്റ് മൊമെന്റ് 3 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ, 4 മണിക്കൂർ ഉറങ്ങിയിട്ടുള്ളൂ, കുറേ കോഫി കുടിച്ചു, കുറേ റെഡ് ബുൾ കുടിച്ചു, അങ്ങനത്തെ പരിപാടികൾക്കൊന്നും ഇറ്റ് ഈസ് അഡ്വൈസബിൾ അത് ചെയ്യാൻ നിൽക്കില്ല. എക്സെപ്ഷണൽ കേസസ് ഉണ്ടാവാം, ചിലർക്ക് അത് വർക്കായി അങ്ങനെയായി. മേക്ക് ഷുവർ യു ഗെറ്റ് പ്രോപ്പർ സ്ലീപ്പ്, ബി കാം. ഈ ലാസ്റ്റ് മൊമെന്റിൽ പ്രത്യേകിച്ച് കുറേ തലകുത്തി മറിഞ്ഞ് 3 മണിക്കൂർ 4 മണിക്കൂർ മാത്രം ഉറങ്ങിയിട്ട് പ്രത്യേകിച്ച് കുറേ പഠിച്ചിട്ടൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല. അതുവരെ പഠിച്ചത് എന്താണോ അതാണ് നമ്മൾ മൈൻഡിലുണ്ടാവുക. സോ ദാറ്റ് ഇസ് അനദർ ഫാക്ടർ. ഓവറായിട്ട് പാനിക് ചെയ്യാനോ കാര്യങ്ങൾക്കൊന്നും നിൽക്കില്ലേ. ICAക്കും അറിയാം നമ്മളെ പഠിക്കാനുള്ള വോളിയം കൂടുതലാണെന്നുള്ളത്. നമ്മളെ പ്രിപ്പറേഷൻ വാട്ട് എവർ ഹൗ മച്ച് എവർ ഇറ്റ് മേ ബി സഫീഷ്യൻ്റ് ആണെന്നും അതിൽ നിന്നേ ക്വസ്റ്റ്യൻസ് വരുള്ളൂ എന്നുള്ള ഒരു പോസിറ്റീവ് അപ്രോച്ച് തന്നെ പോവുക.
സാറേ നിങ്ങൾക്ക് അതൊക്കെ പറയുമ്പോൾ എളുപ്പം സാറേ നമ്മളെ മൈൻഡ് സെറ്റ് എന്താണെന്നുള്ള നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഞാനും ഇതേ സ്റ്റേജസിനൊക്കെ പോയിട്ടുള്ളത് തന്നെയാണ്. ആൻഡ് ചില സമയത്ത് നമ്മൾ ആ ഒരു കൂൾ മൈൻഡാണ് നമ്മൾ പലപ്പോഴും എക്സാംസൊക്കെ ക്ലിയർ ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതും. ആൻഡ് ഇപ്പോൾ എൻ്റെ സ്റ്റുഡൻസൊക്കെ പലരും എന്നോട് ഡൗട്ട്സ് ഒക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ആക്ച്വലി ഫീൽ ചെയ്തിട്ടുള്ളൊരു പോയിന്റ്, പല സ്റ്റുഡൻസും their preparation level is much higher than ഞാനൊക്കെ എത്ര പ്രിപ്പയർ ചെയ്തിരുന്നു, എത്ര പഠിച്ചിരുന്നു, ചില ടോപ്പിക്കൊന്നും ഞാൻ കണ്ടിട്ട് തന്നെയല്ല. അതിൽ ഡീറ്റെയിൽഡ് മൈന്യൂട്ട് പോയിന്റ്സിലൊക്കെ ഞാൻ ഡൗട്ട് ചോദിക്കണേ. അപ്പോൾ നമ്മളെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് നോക്കുമ്പോൾ ടൈമിലേക്ക് ഏടാ ഞാൻ പഠിക്കണ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം കണ്ടിട്ട് തന്നെ അല്ലേന്നു. ഇറ്റ്സ് എ ഗുഡ് തിങ്. പക്ഷേ അവർ അടിക്കുന്ന ടെൻഷൻ കണ്ടു കഴിഞ്ഞാൽ എനിക്കൊക്കെ ഉണ്ടായതിനേക്കാൾ എത്രയോ ഹെവി ടെൻഷനും കാര്യങ്ങളും. ആ ഒറ്റ ഫാക്ടർ ചിലപ്പോൾ നമ്മളെ എൻറ്റയർ എക്സാംസ് കൊളാക്കും. നമ്മൾ ഈ മൊമെന്റ് വരെ വന്നത് ജസ്റ്റ് ഇതുവരെ വന്നിട്ട് ക്വിറ്റ് ചെയ്ത് പോകാനല്ല. ഇപ്പോഴും ഇന്ന് വരെ എനിക്ക് മെസ്സേജസ് വന്നിരുന്നു, ഞാൻ ഈ എക്സാംസ് എഴുതാതെ എന്നാലോ നാലേക്കാണ് അടുത്ത എക്സാം എഴുതിയാലോ. പ്രത്യേകിച്ച് റീസൺ ഒന്നുമില്ല. നമ്മൾ മൈൻഡ് ചിലപ്പോൾ നമ്മൾ കുറേ ഗെയിംസ് കളിക്കും, അടുത്ത അറ്റംപ്റ്റ് ബെറ്റർ ആയിട്ട് എഴുതുക. യു ഹാവ് നത്തിങ് ടു ലൂസ്. എന്തായാലും രജിസ്റ്റർ ചെയ്തതാണ്, പോവുക എഴുതുക. ആൻഡ് വൺസ് യു ആർ ദെയർ, നോ മാറ്റർ വാട്ട് എവർ ഹാപ്പൻസ്, ഡോണ്ട് ക്വിറ്റ്. ചിലപ്പോൾ ഒരു പേപ്പർ നമ്മൾ വിചാരിച്ച മാതിരി നമുക്ക് എഴുതാൻ പറ്റിയില്ല എന്ന് വരും. ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ നമുക്ക് വിചാരിച്ച മാതിരി എഴുതാൻ പറ്റിയില്ല എന്ന് വരും. നമുക്ക് നല്ലോണം അറിയണ ക്വസ്റ്റ്യൻ ആയിരുന്നു, നമ്മൾ എഴുതി തുടങ്ങിയപ്പോഴാണ് പിന്നെ ആ ക്വസ്റ്റ്യൻ കൊണ്ടേ കൊളായി, സെക്കൻഡ് ക്വസ്റ്റ്യൻ കൊളായി, തേർഡ് ക്വസ്റ്റ്യൻ കൊളായി. കുഴപ്പമില്ല, നമ്മൾ എന്തായാലും ഇറങ്ങി പുറപ്പെട്ട ടൈമായി. നമുക്ക് ഇനി ടൈം ബാക്കിലേക്ക് ടൈം മെഷീൻ വെച്ച് സ്വാപ്പ് ചെയ്യാനൊന്നും പറ്റൂല. പേപ്പർ കംപ്ലീറ്റ് ചെയ്യാം. ഒരു പേപ്പർ ടഫായി, അടുത്ത പേപ്പറിന് അത് എഫക്ട് ചെയ്യാൻ പാടില്ല, അടുത്ത പേപ്പർ സ്കിപ്പ് ചെയ്യാൻ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. ഫുൾ എഴുതാം, ഇൻഷാല്ലാ പാസ്സാവും. നമ്മളൊക്കെ പാസ്സായതല്ല. ഇഫ് ഐ ക്യാൻ, ഹു കാൺട്ട്. Do your best.